പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്ക് വൻ സ്വീകരണം നൽകി ജില്ലാ കമ്മിറ്റി പ്രവർത്തകർ. സ്ഥാനാർത്ഥിത്വത്തിനെതിരെ പ്രവർത്തകർക്കിടയിലുണ്ടായ അതൃപ്തി നേതൃത്വം നേരിട്ട് ഇടപെട്ട് പരിഹരിച്ചതോടെ വിജയപ്രതീക്ഷയിലാണ് അനിൽ ആന്റണി. അതേസമയം പത്തനംതിട്ടയ്ക്ക് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി താനാണെന്നും മോദിയുടെ വികസന പദ്ധതികൾ പത്തനംതിട്ടയിൽ എത്തിക്കുമെന്നും അനിൽ ആന്റണി പറഞ്ഞു. രണ്ട് സ്ഥാനാർത്ഥികളിലൂടെയുണ്ട്. രണ്ടുപേരെ കുറിച്ച് മോശമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പത്തനംതിട്ടയ്ക്ക് ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥി ഞാൻ തന്നെയാണ്. ഒരു എം.പിയുടെ ചുമതല ഇവിടുത്തെ ജനങ്ങളുടെ, ഇവിടുത്തെ കേരളത്തിൻ്റെ, ഇവിടുത്തെ ജനവിഭാഗത്തിൻ്റെ, പത്തനംതിട്ടയിലെ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാരുമായിട്ട് ചർച്ച ചെയ്യുക, അവരുടെ മുന്നിൽ അവതരിപ്പിക്കുക, ലോകസഭയിൽ അവർക്ക് വേണ്ടി സംസാരിക്കുക, പാർലമെൻറ്റിൽ അവർക്ക് വേണ്ടി സംസാരിക്കുക. അതുപോലെ കഴിഞ്ഞ 10 വർഷത്തിൽ ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഏകദേശം 300ഓളം സ്കീമുകൾ അദ്ദേഹം തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് അദ്ദേഹം തുടങ്ങി വച്ചിട്ടുണ്ട്. പ്രൈം മിനിസ്റ്റേഴ്സ് ഗരീബ് കല്യാൺ അന്ന യോജന, അതുപോലെ ആയുഷ്മാൻ ഭാരത് പദ്ധതി, സ്വച്ഛ് ഭാരത് പദ്ധതി, ഇങ്ങനെ 300ഓളം പദ്ധതികൾ. ഇതെല്ലാം ഇന്ത്യയിൽ എല്ലായിടത്തും വളരെ കാര്യക്ഷമതമായിട്ട് നടക്കുന്നു. വിവരങ്ങളുമായി സന്തോഷ് ചേരുന്നു. സന്തോഷ്, പത്തനംതിട്ടയ്ക്ക് ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥി താൻ തന്നെയെന്ന് അനിൽ ആന്റണി പറയുമ്പോൾ അത് ആ ജില്ലയിലെ, ആ മണ്ഡലത്തിലെ ബി.ജെ.പി. പ്രവർത്തകർ എത്രത്തോളം ഉൾക്കൊണ്ടിട്ടുണ്ട്? പി.സി. ജോർജിനെ ഇന്നലെ അനിൽ ആന്റണി സന്ദർശിച്ചിരുന്നു. പി.സി. ജോർജിന്റെ അതൃപ്തിയൊക്കെ പരിഹരിച്ചോ? നിബീഷ്, പത്തനംതിട്ടയിൽ ഇന്നലെ വൈകുന്നേരം 7:30 മണിയോടുകൂടിയാണ് NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി എത്തിച്ചേർന്നത്. പാർട്ടി ഓഫീസിൽ എത്തിച്ചേരുകയായിരുന്നു. 100 കണക്കിന് പ്രവർത്തകരുടെ സ്വീകരണങ്ങളാണ് അദ്ദേഹം ഏറ്റുവാങ്ങിയത്. എന്തായാലും ഈ ലോക്സഭാ ഇലക്ഷൻ ആരംഭിച്ചതിന് ശേഷം അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് ശേഷം ചില അസ്വാരസ്യങ്ങൾ ബി.ജെ.പിയുടെ ജില്ലാ നേതൃത്വത്തിൽ നിന്നും, പ്രത്യേകിച്ചും കർഷക മോർച്ച ജില്ലാ അധ്യക്ഷൻ തന്നെ അനിൽ ആന്റണിക്കെതിരെ രൂക്ഷ വിമർശനം നടത്തുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ഒപ്പം തുടങ്ങിയ വിവിധ പ്രശ്നങ്ങൾ, അവരുടെ സംഘടനയ്ക്കകത്തുണ്ടായിരുന്ന ഒരു ചേരിതിരിവ്, അതെല്ലാം പരിഹരിച്ചു എന്ന നിലയിലാണ് അനിൽ ആന്റണി ഇന്നലെ പ്രതികരിച്ചത്. എന്തായാലും പി.സി. ജോർജിനെ നേരിട്ട് കാണുകയും പി.സി. ജോർജിൽ നിന്ന് ലഡു വാങ്ങി കഴിച്ചുകൊണ്ടുമാണ് അദ്ദേഹം പത്തനംതിട്ടയിലേക്ക് എത്തിയത്. എന്തായാലും ഇവിടെ ഇന്നലെ ഇദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി ജില്ലാ കമ്മിറ്റിയിൽപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. ഒരു വിഭാഗം പ്രവർത്തകരെ മാറി നിന്നു എങ്കിലും കാര്യമായ ഒരു പ്രതിസന്ധിയിലേക്ക് പോകാതെ ജില്ലാ നേതൃത്വത്തിന് ഇതിന് പരിഹരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്.